ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ആദ്യം മാത്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു സെലക്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാൻ പറ്റും, അതിൽ പോളിസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഭാഗമാണ്, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. 2 കൊടിമരങ്ങളും 2 ശ്രീകോവിലുമുള്ള ക്ഷേത്രം ഏതാണ്? 2 കൊടിമരങ്ങളും 2 ശ്രീകോവിലുമുള്ള ക്ഷേത്രമാണ് തുറവൂർ മഹാക്ഷേത്രം. 2 കൊടിമരങ്ങളും 2 ശ്രീകോവിലുമുള്ള ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ തുറവൂർ മഹാക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തുറവൂർ മഹാക്ഷേത്രത്തിലാണ് 2 കൊടിമരങ്ങളും 2 ശ്രീകോവിലും ഉള്ളത്. കേരളത്തിൽ ഏറ്റവും വലിപ്പമേറിയ ശ്രീകോവിലുള്ള ക്ഷേത്രമാണ് പെരുവനം മഹാദേവ ക്ഷേത്രം. കേരളത്തിൽ ഏറ്റവും വലിപ്പമേറിയ ശ്രീകോവിലുള്ള ക്ഷേത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ പെരുവനം മഹാദേവ ക്ഷേത്രം. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും കൂടിയാണ് നടത്തുന്നത്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ചേർന്ന് ഭരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പെരുവനം മഹാദേവ ക്ഷേത്രം. പെരുവനം മഹാദേവ ക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും കൂടി ചേർന്ന് ഭരിക്കുന്ന ക്ഷേത്രം. പടഹാദി ഉത്സവത്തിന് പേരുകേട്ട പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? അടുത്ത ചോദ്യമാണ്. പടഹാദി ഉത്സവത്തിന് പേരുകേട്ട പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ രണ്ട് ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? പടഹാദി ഉത്സവത്തിന് പേരുകേട്ട 2 ക്ഷേത്രങ്ങളാണ് പെരുവനം ക്ഷേത്രം, ആറാട്ടുപുഴ ക്ഷേത്രം. ഇത് രണ്ടുമാണ് പടഹാദി ഉത്സവത്തിന് പേരുകേട്ട ക്ഷേത്രം. കയ്യിൽ നിവേദ്യം പിടിച്ച് മേൽശാന്തി നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ്? കയ്യിൽ നിവേദ്യം പിടിച്ചിട്ടാണ് മേൽശാന്തി നട തുറക്കുന്നത്. ഇത് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. കയ്യിൽ നിവേദ്യം പിടിച്ച് മേൽശാന്തി രാവിലെ നട തുറക്കുന്ന ക്ഷേത്രമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. അടുത്തത്, 12 ഏക്കർ വിസ്തീർണമുള്ള ഏത് ക്ഷേത്രത്തിലാണ് തുളസിച്ചെടി വളരാത്തത്? 12 ഏക്കർ വിസ്തീർണമുള്ള ഏത് ക്ഷേത്രത്തിലാണ് തുളസിച്ചെടി വളരാത്തത്? കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തുളസിച്ചെടി വളരില്ല. അതേപോലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലുള്ള പ്രത്യേകതകളാണ് ഉപപ്രതിഷ്ഠകളില്ലാത്ത ക്ഷേത്രമാണ്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇവിടെ ഉപദേവതകളില്ല. പൂജകളെല്ലാം പ്രധാന ദേവനു മാത്രമാണ്. തിടപ്പള്ളിയിൽ ഹനുമാൻ സ്വാമിയുടെയും വാതിൽമാടത്തിൽ തെക്കുവടക്കുമായി ദുർഗയുടെയും ഭദ്രകാളിയുടെയും സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 12 ഏക്കർ വിസ്തീർണമുള്ള ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തുളസിച്ചെടി വളരില്ല. ഇവിടെ നിത്യപൂജകളൊക്കെ പ്രധാന ദേവന് മാത്രമാണ്. എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാൻ സ്വാമിയുടെയും വാതിൽമാടത്തിൽ തെക്കുവടക്കുമായി ദുർഗയും ഭദ്രകാളിയും സാന്നിധ്യമുണ്ട്. അടുത്തത്, മുക്കുടി നിവേദ്യം വഴിപാടുള്ള ക്ഷേത്രം കൂടെയാണ് കൂടൽമാണിക്യം ക്ഷേത്രം. മുക്കുടി നിവേദ്യം നടത്തുന്നത് രോഗശമനത്തിനാണ്. ഈ വഴിപാട് നടക്കുന്ന ക്ഷേത്രമാണ് കൂടൽമാണിക്യം ക്ഷേത്രം. കുലബീനി തീർത്ഥം. കുലബീനി തീർത്ഥമാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള ജലമെടുക്കുന്നത് കുലിബീനി തടാകത്തിൽ നിന്നാണ്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലെ ഗംഗ, യമുന, സരസ്വതി സാന്നിധ്യമുള്ള പൊയ്കയാണ് ഇത്. അപ്പോൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കിണറില്ല, അതിന് പകരമായിട്ട് ക്ഷേത്ര പൂജകൾക്ക് ആവശ്യമായ ജലമെടുക്കുന്നത് കുലിബീനി തീർത്ഥത്തിലാണ്. അടുത്തത്, വഴുതനങ്ങ നിവേദ്യം നടത്തുന്ന ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത വഴുതനങ്ങ നിവേദ്യമുണ്ട്. ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് വഴുതനങ്ങ നിവേദ്യം. ഇത് ചെയ്യുന്നത് ഉദരരോഗ നിവാരണത്തിനായിട്ടാണ്. അപ്പോൾ ഭക്തർ ഇവിടെ ഉദരരോഗ നിവാരണത്തിനായിട്ടാണ് വഴുതനങ്ങ നിവേദ്യം നടത്തുന്നത്. അടുത്തത്, വർഷത്തിൽ 1ൽ കൂടുതൽ ഉത്സവം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള റിവിഷൻ ഇത്രയാണ് ചെയ്തത്. നമ്മൾ ഓൾറെഡി തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സ്പെഷ്യൽ ടോപ്പിക്ക് ഒരു 15 ക്ലാസ്സുകൾ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു മണിക്കൂർ എടുത്ത് ചെയ്ത ക്ലാസ്സുകളാണ്. അപ്പം നിങ്ങൾ തന്നെ എല്ലാവരും ഒന്ന് കണ്ടുവെക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗം നോക്കാം. ജനറൽ സയൻസ് ആണ് ആസിഡുകളുമായി ബന്ധപ്പെട്ടത്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആസിഡ്.
ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ്? ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡിൻ്റെ സ്വഭാവം കാണിക്കുന്ന ഹൈഡ്രജൻ അയോണുകൾ ഇല്ലാത്ത സംയുക്തമാണ് ലൂയിസ് ആസിഡുകൾ. ആസിഡുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിദ്ധാന്തങ്ങളാണ് ലോറി ബോൺസ്ട്രൻഡ് സിദ്ധാന്തം, ലൂയിസ് സിദ്ധാന്തം, അറീനിയസ് സിദ്ധാന്തം. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡിൻ്റെ സ്വഭാവം കാണിക്കുന്ന ഹൈഡ്രജൻ അയോണുകൾ ഇല്ലാത്ത സംയുക്തം ലൂയിസ് ആസിഡുകൾ. ആസിഡുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിദ്ധാന്തങ്ങളാണ് ലോറി ബോൺസ്റ്റെഡ് സിദ്ധാന്തം, ലൂയിസ് സിദ്ധാന്തം, അറീനിയസ് സിദ്ധാന്തം. അടുത്തത്, സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡാണ് കാർബണിക് ആസിഡുകൾ. ഇത് ഓർഗാനിക്കാണ്. സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? കാർബണിക് ആസിഡുകൾ. ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണത്തിന് പറയുന്നതാണ് ബേസികത. ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് ബേസികത. ജലം കാർബൺ ഡൈ ഓക്സൈഡുമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സംയുക്തമാണ് കാർബോണിക് ആസിഡ്, സോഡ വാട്ടർ. ജലം കാർബൺ ഡൈ ഓക്സൈഡുമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സംയുക്തമാണ് കാർബോണിക് ആസിഡ്, സോഡ വാട്ടർ. ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ ഇല്ലാതെയാകുന്ന രാസപ്രവർത്തനമാണ് നിർവീരീകരണം. ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ ഇല്ലാതെയാകുന്ന രാസപ്രവർത്തനമാണ് നിർവീരീകരണം, ന്യൂട്രലൈസേഷൻ. അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ആൻറ്റാസിഡുകൾ. അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ആൻറ്റാസിഡുകൾ. വിവിധതരം ആസിഡുകൾ നോക്കാം. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. മിൽക്ക് ആസിഡ് എന്നറിയപ്പെടുന്നത് ലാക്റ്റിക് ആസിഡ്. മിൽക്ക് ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. അക്വാ ഫോർട്ടിസ് നൈട്രിക് ആസിഡ്. അക്വാ ഫോർട്ടിസ് നൈട്രിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ നൈട്രിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ നൈട്രിക് ആസിഡ്. ഏരിയൽ ആസിഡ് കാർബോണിക് ആസിഡ്. ഏരിയൽ ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡ്. മ്യൂരിയാറ്റിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മ്യൂരിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആസ്പിരിൻ അസറ്റൈൽ സാലിസിലിക് ആസിഡാണ് ആസ്പിരിൻ. ഹൈഡ്രജൻ സയനൈഡ് പ്രൂസിക് ആസിഡ്. ഇത്രയാണ് വിവിധതരം ആസിഡുകൾ. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവന്ന നിറമുള്ളതാക്കുന്നു. ആൽക്കലികൾ ചുവന്ന ലിറ്റ്മസിനെ നീല നിറമുള്ളതാക്കുന്നു. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവന്ന നിറമുള്ളതും ആൽക്കലികൾ ചുവന്ന ലിറ്റ്മസിനെ നീല നിറമുള്ളതുമാക്കുന്നു. ക്ലിയർ ആയല്ലോ? അടുത്തത്, ആസിഡുകൾ പലവിധം. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ, പാല്, മോര്, തൈര് ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ആപ്പിളിൽ മാലിക് ആസിഡ്. തക്കാളിയിൽ ഓക്സാലിക് ആസിഡ്. ഓറഞ്ച്, ചെറുനാരങ്ങ സിട്രിക് ആസിഡ്. പുളി, മുന്തിരി ടാറ്റാറിക് ആസിഡ്. ഉറുമ്പ്, തേനീച്ച ഇതിലൊക്കെ ഫോർമിക് ആസിഡ്. തേയില ടാനിക് ആസിഡ്. മാംസ്യം അമിനോ ആസിഡ്. ഇത്രയാണ് ആസിഡുകൾ നമ്മൾ